അങ്ങനെ തട്ടിക്കൂട്ടി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. എന്നാൽ പിന്നെ ഒരു അവിയലുണ്ടാക്കിയാലോ. പടവലങ്ങ, ക്യാരറ്റ്, ബീൻസ്, കുമ്പളങ്ങ, മുരിങ്ങാക്കോല് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ച് കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കായും ചേനയും കൂടെ കൂട്ടി ചേർത്തിളക്കി കൊടുക്കണം. ഇതിലേക്ക് ചിരകിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടുപ്പത്തിരുന്നൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങയും കൂടെ കൂടിയിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോവരുത്, അടഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അവസാനം വാങ്ങാറാകുമ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് വാങ്ങാം.